ഒരു ഹോസ്പിറ്റൽ വാസം വേണ്ടിവരുമ്പോൾ ആശുപത്രി ചെലവിന് പുറമെ നേരിടേണ്ടി വരുന്ന കുറേയേറെ ചെലവുകളുണ്ട്. യാത്രക്കൂലി, ഭക്ഷണം, വരുമാന നഷ്ടം തുടങ്ങി ഇതുപോലെയുള്ളതും പ്രതീക്ഷിക്കാത്ത മറ്റ് പല ആവശ്യങ്ങളും ഉണ്ടായേക്കാം. അത്തരം ചെലവുകൾ കൂടി നേരിടാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാർ ഹെൽത്ത് അവതരിപ്പിക്കുന്ന ഹോസ്പിറ്റൽ ക്യാഷ് ഇൻഷുറൻസ് പോളിസി. ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരുന്ന ഓരോ ദിവസവും ഒരു നിശ്ചിത തുക പ്രതിദിനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. നിലവിൽ മറ്റ് ഹെൽത്ത് പോളിസി ഉള്ളവർക്കും ആദ്യമായി എടുക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനം നൽകുന്ന പോളിസിയാണ് സ്റ്റാർ ഹെൽത്ത് ഹോസ്പിറ്റൽ ക്യാഷ് ഇൻഷുറൻസ് പോളിസി. ഈ പോളിസിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും: സിക്നെസ് ഹോസ്പിറ്റൽ ക്യാഷ്, ആക്സിഡന്റ് ഹോസ്പിറ്റൽ ക്യാഷ്, ICU ഹോസ്പിറ്റൽ ക്യാഷ്, കോൺവാലസൻസ് ഹോസ്പിറ്റൽ ക്യാഷ്, ചൈൽഡ് ബർത്ത് ഹോസ്പിറ്റൽ ക്യാഷ്, വേൾഡ് വൈഡ് ഹോസ്പിറ്റൽ ക്യാഷ്, ഡേ കെയർ പ്രൊസീജർ കവറേജ്, പോർട്ടബിലിറ്റി, ടാക്സ് ബെനിഫിറ്റ്, ഫ്രീ ലുക്ക് പീരീഡ്. ആർക്കൊക്കെ ലഭിക്കും? 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് എടുക്കാം. 91 ദിവസം മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആശ്രിതരായ കുട്ടികളെ ഉൾപ്പെടുത്താം. പോളിസി തരം: വ്യക്തിഗതമായും ഫ്ലോട്ടറായും എടുക്കാം. ഫ്ലോട്ടർ പോളിസിയിൽ ഭാര്യ, ഭർത്താവ്, 3 കുട്ടികൾ അടങ്ങുന്ന ഫാമിലിക്ക് ചേരാം. പോളിസി ടേം: 1 വർഷം, 2 വർഷം, 3 വർഷം എന്നിങ്ങനെ ടേമുകൾ ലഭ്യമാണ്. ഇൻഷുറൻസ് കവറേജ്: ബേസിക് പ്ലാനിൽ 1000 രൂപ, 2000 രൂപ, 3000 രൂപ എന്നിങ്ങനെ പ്രതിദിനം ലഭിക്കുന്നതാണ്. ബെനിഫിറ്റ് ലഭിക്കുന്ന ദിവസങ്ങൾ: വർഷത്തിൽ 30 ദിവസം, 60 ദിവസം, 90 ദിവസം, 120 ദിവസം, 180 ദിവസം എന്നിങ്ങനെ തിരഞ്ഞെടുക്കാം. എൻഹാൻസ്ഡ് പ്ലാനിൽ 3000 രൂപ, 4000 രൂപ, 5000 രൂപ എന്നിങ്ങനെ പ്രതിദിനം ലഭിക്കുന്നതാണ്. ബെനിഫിറ്റ് ലഭിക്കുന്ന ദിവസങ്ങൾ: വർഷത്തിൽ 90 ദിവസം, 120 ദിവസം, 180 ദിവസം എന്നിങ്ങനെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ഈ പ്ലാനിൽ 2 തരം ഓപ്ഷനുകൾ ലഭ്യമാണ്: ബേസിക് പ്ലാനും എൻഹാൻസ്ഡ് പ്ലാനും. എന്തിനെല്ലാമാണ് കവറേജ് ലഭിക്കുന്നത്? സിക്നെസ് ഹോസ്പിറ്റൽ ക്യാഷ്. ബേസിക് പ്ലാൻ: ബേസിക് പ്ലാനിൽ അസുഖം മൂലമുണ്ടാകുന്ന ആശുപത്രിവാസത്തിന് മൊത്തം ദിവസത്തിൽ നിന്ന് ആദ്യത്തെ ഒരു ദിവസമൊഴിച്ചുള്ള ബാക്കി ഉള്ള ദിവസങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നു. എൻഹാൻസ്ഡ് പ്ലാനിൽ മുഴുവൻ ദിവസത്തെ തുകയും ലഭിക്കുന്നതാണ്. ആക്സിഡന്റൽ ഹോസ്പിറ്റൽ ക്യാഷ്: അപകടം മൂലമുണ്ടാകുന്ന ഹോസ്പിറ്റൽ വാസത്തിന് എത്ര തുകയാണോ ഹോസ്പിറ്റൽ ക്യാഷ് ആയി തിരഞ്ഞെടുക്കുന്നത് അതിന്റെ 150% ആക്സിഡന്റ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ആയി തിരഞ്ഞെടുത്ത പ്ലാൻ പ്രകാരമുള്ള ദിവസം വരെ ലഭിക്കുന്നു. എൻഹാൻസ്ഡ് പ്ലാനിലും തിരഞ്ഞെടുത്ത തുകയുടെ 150% പ്ലാൻ പ്രകാരമുള്ള മുഴുവൻ ദിവസത്തേക്കും ലഭിക്കുന്നു. ICU കവറേജ്: അസുഖമോ അപകടം വഴിയോ ഉണ്ടാകുന്ന ICU വാസത്തിന് ലഭിക്കുന്ന ഹോസ്പിറ്റൽ ക്യാഷ്. ബേസിക് പ്ലാനിൽ തിരഞ്ഞെടുത്ത തുകയുടെ 200% പ്രതിദിനം ലഭിക്കുന്നു. ഇൻഡിവിജ്വൽ പോളിസിയിൽ ഒരു പോളിസി വർഷത്തിൽ 30 ദിവസം വരെ ലഭിക്കുന്നു. ഫ്ലോട്ടർ പോളിസിയിൽ 90 ദിവസം വരെയും ലഭിക്കുന്നു. എൻഹാൻസ്ഡ് പോളിസിയിൽ തിരഞ്ഞെടുത്ത തുകയുടെ 200% ഓരോ ദിവസത്തേക്കും ലഭിക്കുന്നു. ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ ഒരു പോളിസി വർഷത്തിൽ പരമാവധി 30 ദിവസത്തേക്ക് ലഭിക്കുന്നു. ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ 90 ദിവസത്തേക്ക് ലഭിക്കുന്നു. കോൺവാലസൻസ് ഹോസ്പിറ്റൽ ക്യാഷ്: ഈ ആനുകൂല്യം ബേസിക് പ്ലാനിൽ ലഭ്യമല്ല. എൻഹാൻസ് പ്ലാനിൽ തുടർച്ചയായി 5 ദിവസത്തിൽ കൂടുതൽ വരുന്ന ഹോസ്പിറ്റലൈസേഷൻ ഒരു ദിവസത്തെ തുക അധികമായി ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ആയി നൽകും. ചൈൽഡ് ബർത്ത് ഹോസ്പിറ്റൽ ക്യാഷ്: ബേസിക് പ്ലാനിൽ ഈ ആനുകൂല്യം ലഭ്യമല്ല. എൻഹാൻസ്ഡ് പ്ലാനിൽ പോളിസി എടുത്ത് 2 വർഷം കഴിഞ്ഞ് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നു. ഈ പ്ലാനിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് ആണ് ഈ ആനുകൂല്യം ലഭിക്കുക. വേൾഡ് വൈഡ് ഹോസ്പിറ്റൽ ക്യാഷ്: ബേസിക് പ്ലാനിൽ ഈ ആനുകൂല്യം ലഭ്യമല്ല. എൻഹാൻസ് പ്ലാനിൽ വിദേശത്ത് വച്ചുള്ള ചികിത്സയ്ക്ക് തിരഞ്ഞെടുത്ത തുകയുടെ 200% പ്രതിദിനം ലഭിക്കുന്നു. ഡേ കെയർ പ്രൊസീജർ കവറേജ്: നിസ്സാരമല്ലാത്ത ഫ്രാക്ചറുകൾ, തിമിരം, ഡയലേഷൻ ആൻഡ് ക്യൂറേറ്റേജ്, ഹീമോഡയാലിസിസ്, പാരന്ററൽ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, കൊറോണറി ആൻജിയോഗ്രാഫി, ലിഥോട്രിപ്സി, മാനിപുലേഷൻ ഫോർ ഡിസ്ലൊക്കേഷൻ അണ്ടർ ജനറൽ അനസ്തേഷ്യ, സിസ്റ്റോകോപ്പി അണ്ടർ ജനറൽ അനസ്തേഷ്യ തുടങ്ങിയ പ്രൊസീജറുകൾക്ക് കവറേജ് ലഭിക്കുന്നതാണ്. വെയിറ്റിംഗ് പീരീഡ്: ബേസിക് പ്ലാനിൽ അപകടങ്ങളൊഴികെ ഉള്ള അസുഖങ്ങൾക്ക് 30 ദിവസം, സ്പെസിഫൈഡ് അസുഖങ്ങൾക്ക് 24 മാസം, നിലവിലുള്ള അസുഖങ്ങൾക്ക് 36 മാസം.
എന്നിങ്ങനെ വെയിറ്റിംഗ് പീരീഡുകൾ ബാധകമാണ്. എൻഹാൻസ്ഡ് പ്ലാനിൽ അപകടങ്ങളൊഴികെ ഉള്ള അസുഖങ്ങൾക്ക് 30 ദിവസം, സ്പെസിഫൈഡ് അസുഖങ്ങൾക്ക് 24 മാസം, നിലവിലുള്ള അസുഖങ്ങൾക്ക് 24 മാസം എന്നിങ്ങനെ വെയിറ്റിംഗ് പീരീഡുകൾ ബാധകമാണ്. ബേസിക് പ്ലാനിലും എൻഹാൻസ്ഡ് പ്ലാനിലും കവറേജ് ലഭിക്കാത്ത ചികിത്സകൾ: പരിച്ഛേദനം, പ്രീബുട്ടിയോപ്ലാസ്റ്റി, ഫ്രെനുലോപ്ലാസ്റ്റി, പ്രീപ്യൂട്ടൽ ഡിലേറ്റേഷൻ, SMEGMA നീക്കം ചെയ്യൽ, ജന്മനായുള്ള ബാഹ്യ വൈകല്യങ്ങൾ അപാകങ്ങൾ, സുഖചികിത്സ, വിശ്രമചികിത്സ, സാധാരണ തളർച്ച, പോഷകാഹാരക്കുറവ് മൂലമുള്ള അവസ്ഥകൾ, മനഃപൂർവ്വം സ്വയം മുറിവേൽപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, യുദ്ധം, അധിനിവേശം, വിദേശ ശത്രുക്കളുടെ പ്രവർത്തനം, യുദ്ധസമാനമായ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്ക് അഥവാ രോഗം, ആണവായുധങ്ങൾ, ആണവ വസ്തുക്കൾ മൂലമുണ്ടാകുന്ന മുറിവ് അല്ലെങ്കിൽ രോഗം, ബാരിയാട്രിക് സർജറി പോലുള്ള ശസ്ത്രക്രിയാ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഭാരനിയന്ത്രണ സേവനങ്ങൾ അല്ലെങ്കിൽ പൊണ്ണത്തടിക്കുള്ള ചികിത്സ, ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്, ഗർഭാശയ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ, ബലൂൺ സിനോപ്ലാസ്റ്റി, എൻഹാൻസ്ഡ് എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ തെറാപ്പിയും അനുബന്ധ ചികിത്സകളും, ചേലേഷൻ തെറാപ്പി, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി, റൊട്ടേഷണൽ ഫീൽഡ് ക്വാണ്ടം മാഗ്നറ്റിക് റിസോണൻസ് തെറാപ്പി, വാക്സ് ഡി, ലോ ലെവൽ ലേസർ തെറാപ്പി, ഫോട്ടോഡൈനാമിക് തെറാപ്പി എന്നിവയും, സ്റ്റെം സെൽ തെറാപ്പി, കോൺട്രോസൈറ്റ് ഇംപ്ലാന്റേഷൻ, പ്ലേറ്റ്ലെറ്റ് അടങ്ങിയ പ്ലാസ്മ ഉപയോഗിച്ചുള്ള നടപടിക്രമങ്ങൾ, ഇൻട്രാ ആർട്ടിക്യുലാർ ഇഞ്ചക്ഷൻ തെറാപ്പി, ഹോസ്പിറ്റലൈസേഷനിൽ വാറന്റി ചെയ്യുന്നതൊഴികെയുള്ള ഓറൽ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ബയോളജിക്കൽസ്, എല്ലാത്തരം സൗന്ദര്യവർദ്ധക സൗന്ദര്യ ചികിത്സകളും, ഉദ്ധാരണക്കുറവുകൾക്കുള്ള എല്ലാ ചികിത്സകളും, ലിംഗമാറ്റവും, അപകടം മൂലമോ ഏതെങ്കിലും രോഗത്തിന്റെ ഭാഗമായോ അനിവാര്യമായത് ഒഴികെയുള്ള പ്ലാസ്റ്റിക് സർജറി, അപകടം മൂലമോ ഏതെങ്കിലും രോഗത്തിന്റെ ഭാഗമായോ അനിവാര്യമായത് ഒഴികെയുള്ളതും കടിയേറ്റ ശേഷമുള്ള ചികിത്സയ്ക്കും ചികിത്സാ കാരണങ്ങളാൽ വൈദ്യചികിത്സയ്ക്കും ഒഴികെയുള്ള കുത്തിവയ്പ് അല്ലെങ്കിൽ വാക്സിനേഷൻ, ആകസ്മികമായ പരിക്കുകൾ മൂലവും ഹോസ്പിറ്റലൈസേഷന്റെ ഭാഗമായും ഉണ്ടാകുന്നതല്ലാത്ത ദന്തചികിത്സകൾ, ഗർഭധാരണം, പ്രസവം, ചൈൽഡ് ബർത്ത്, ഹോസ്പിറ്റൽ കാഷ് എന്നിവയിൽ ഉൾപ്പെടുന്ന പരിധിയിലൊഴികെ ഉണ്ടാകുന്ന ചികിത്സ, കുടുംബാസൂത്രണം, ഗർഭം, അലസൽ, ഗർഭഛിദ്രം ഇവയിലേതെങ്കിലും, എക്കോപിക് ഗർഭം ഒഴികെയുള്ളവ, സങ്കീർണതകൾ, സബ് ഫെർട്ടിലിറ്റി, അസിസ്റ്റഡ് കൺസെപ്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സങ്കീർണതകൾക്കുള്ള ചികിത്സ, സ്ലീപ്പ് അപ്നിയുടെ മെഡിക്കൽ അല്ലെങ്കിൽ ശസ്ത്രക്രിയയും എൻഡോക്രൈൻ ഡിസോർഡേഴ്സിനുള്ള ചികിത്സയും, കോക്ലിയർ ഇംപ്ലാന്റുകളും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ആശുപത്രി ചെലവുകൾക്കും ഈ പോളിസിയിൽ കവറേജ് ലഭിക്കില്ല. ടാക്സ് റിബേറ്റ് 80D പ്രകാരം നികുതി ഇളവ് ലഭ്യമാണ്. പോർട്ടബിലിറ്റി മറ്റ് കമ്പനികളിലേക്കും തിരിച്ചും ആഗ്രഹാനുസരണം പോർട്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ ലുക്ക് പീരീഡ് ഈ പ്ലാനിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അസ്വീകാര്യമാകുന്ന പക്ഷം പോളിസി ഡോക്യുമെന്റ് സ്വീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ പോളിസി ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ക്ലെയിം പ്രൊസീജർ കൃത്യമായി പൂരിപ്പിച്ച ക്ലെയിം ഫോമിനൊപ്പം ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറിയും ഹോസ്പിറ്റൽ മെയിൻ ബില്ലും പ്രൊപ്പോസറുടെ അഡ്രസ് പ്രൂഫും ബാങ്ക് ഡീറ്റെയിൽസും നൽകേണ്ടതാണ്. നിങ്ങൾക്കനുയോജ്യമായ പോളിസിയെക്കുറിച്ച് അറിയാൻ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ. 7012919600. ശുഭദിനം.